മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റാണ് നോക്കുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതായത് HRM. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് HRM. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്നുമില്ല, നമ്മളെ ബിസിനസ് ഓർഗനൈസേഷൻ എന്തായാലും ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ പീപ്പിൾസിനെ വെച്ച് തന്നെയായിരിക്കും ഏതൊരു ബിസിനസ്സും റൺ ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ട് എന്ന് പറഞ്ഞാലും. അപ്പോൾ അവരെ പ്രോപ്പറായി റിക്രൂട്ട് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ബിസിനസ്സിനെ സംബന്ധിച്ച്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മെഷീനറി പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ന്യൂ ടെക്നോളജി അഡ്വൈസ് ചെയ്യുക, അതിനേക്കാളൊക്കെ മോർ ഡിഫിക്കൽട്ടാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ ബീങ്സ് അത്രയും പ്രോപ്പറായിട്ടുള്ള നമ്മളെ സ്റ്റാഫ്സിനൊക്കെ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കുക, അവരെ പ്രോപ്പർ രീതിയിൽ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാനുള്ള ഹ്യൂമൻ റിസോഴ്സിനെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടേമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഏറ്റവും പവർഫുള്ളും ആയിരിക്കും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് HRM ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് കംപ്ലീറ്റ് മാനർ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീപ്പിൾസിനെ ഒരു സ്റ്റാഫിനെ നമ്മൾ പ്രോപ്പർ ആൻഡ് സ്ട്രക്ചേർഡ് മാനറിൽ അവരെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് കോർ എലമെൻറ്റ്സ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കോർ എലമെൻറ്റ്സാണ്. ദർ ആർ മെയിൻലി 5 കോർ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു HRMന് എപ്പോഴും 5 എലമെൻറ്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ പീപ്പിൾ, ദെൻ മാനേജ്മെൻറ്റ്, പിന്നെ ഒരു 3 കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ പീപ്പിൾ, അതായത് ഈ ടേം പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കോർ എലമെൻറ്റ്സിൽ ഹ്യൂമൻ, അതായത് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഓർഗനൈസേഷൻ മീൻ പീപ്പിൾ ഹു സ്റ്റാഫ് ആൻഡ് മാനേജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ സ്റ്റാഫ് ചെയ്യുകയും അതേപോലെ അവരെ ഒരു ഓർഗനൈസേഷനെ സ്റ്റാഫ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീപ്പിൾ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷൻ്റെ ജനങ്ങളെ പെർഫോമൻസിന്, അല്ലെങ്കിൽ ജനങ്ങളെ മീൻസ് പീപ്പിൾസിൻ്റെ, അതിനുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്താണ്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടേം ആ പേര് പോലെ തന്നെ മാനേജ് ചെയ്യുക, അതായത് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ്. അതായത് ഓൾ ഫങ്ഷൻസ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്. അതായത് HRM ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ അക്വിസിഷൻ, ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് എംപ്ലോയീസിനെ, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് അക്വിസിഷൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് ഇൻ്റഗ്രേഷൻ ആൻഡ് കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അതായത് ഡിസിഷൻ റിലേറ്റഡ് ടു പീപ്പിൾ മസ്റ്റ് ബി ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് ഇൻ ദ ലോങ് റൺ. അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നീണ്ട ലോങ് റണ്ണിലേക്ക്, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കല്ല, ഒരു നീണ്ട ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പീപ്പിൾസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ സ്റ്റാഫ്സിൻ്റെ അവരുടെ ഡിസിഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ ഔട്ട്പുട്ടും ഉണ്ടാവുമായിരിക്കും നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇൻ്റഗ്രേഷൻ ആൻഡ് കൺസിസ്റ്റൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫ്ലുവൻസ്, നാലാമത്തെ പോയിൻ്റാണ്, കോർ എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ്. ഓക്കെ, ഇൻഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിസിഷൻസ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്. അല്ലേ, അതായത് ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്, അതായത് പ്രോപ്പർ ഡിസിഷനിൽ ഇൻഫ്ലുവൻ്റ് ആവുക എന്നുള്ളത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോർ എലമെൻ്റ് ആണ്. ദെൻ അപ്ലിക്കബിലിറ്റി, അല്ലേ, നമ്മൾ എന്ത് തീരുമാനിക്കും അത് പ്രോപ്പർ രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്.
അതായത് HRM പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ടു ബിസിനസ് വെൽ ആസ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റീക്രിയേഷൻ എക്സെട്ര. അതായത് HRMൻ്റെ പ്രിൻസിപ്പിൾസ് കറക്റ്റ് ഇത വേയിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതിൻ്റെ ഒരു ബിസിനസ് അതിപ്പോൾ ബിസിനസ് ആയാലും ശരി നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും ശരി അവരെ ഡിസിഷൻസും അവരെ തീരുമാനങ്ങളൊക്കെ പ്രോപ്പർ രീതിയിൽ ആപ്ലിക്കബിൾ ആയാൽ മാത്രമേ എന്തുള്ളൂ ഒരു ഓർഗനൈസേഷന് ലോങ് റൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കോർ എലമെൻറ്റ്സ് ആണ് അപ്ലിക്കേഷൻ ഉണ്ടാവും കേട്ടോ അതിൽ അപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും കോർ എലമെൻറ്റ്സ് ആണ് എന്തിൽ വരുന്നത്, HRMൽ വരുന്നത്. ഓക്കെ, ദെൻ നോക്കുന്ന പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുക, ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ വായിച്ചു പോലുള്ളൂ, നിങ്ങൾക്കത് വായിച്ചാൽ തന്നെ മനസ്സിലായി. അതായത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലേ, ഒരു HRMൻ്റെ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമ്മുടെ ഓർഗനൈസേഷന് മൊത്തം നോക്കുക. ദെൻ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്, അതിൻ്റെ എല്ലാ ഫങ്ഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഓരോ പേഴ്സൺ, അതായത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഹ്യൂമൻ ബീങ്സിന് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് അവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. ഞാൻ സൊസൈറ്റബിൾ ഒബ്ജക്റ്റീവ്, സോഷ്യലി എന്ത് ചെയ്യണം, സൊസൈറ്റിക്കും കൂടിയുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ ഗ്രോത്തിനെയും കൂടി കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു HRM എന്ന് പറയുന്നത്. അപ്പം അത്രയും ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, ദെൻ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. 4 ഒബ്ജക്റ്റീവ്സ് ആണ് HRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് HRM ആക്ടിവിറ്റീസ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നോക്കി, ഇതിന് HRM ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് HRM ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു HRMന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലേ, ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ടായിരിക്കും ഫസ്റ്റ്. അതായത് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്ര ഹ്യൂമൻസ് നമ്മൾ വേണം, ഏതൊക്കെ ഫങ്ഷൻ ചെയ്യാൻ എന്തൊക്കെ ഹ്യൂമൻ ബീങ്സ് വേണം, അവർക്ക് എത്ര വേണം, അതെങ്ങനെ വേണം, എങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളത് കോർഡിനേറ്റ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ദെൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ അല്ലേ, ദെൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എത്ര സ്റ്റാഫ്സിനെ വേണം, അത് എത്ര ടാലൻറ്റഡ് വേണം, എക്സ്പീരിയൻസ്ഡ് വേണം, ഫ്രഷേഴ്സ് വേണം, അങ്ങനെ ഓരോരോ രീതിക്ക്. ഓക്കെ, നമുക്ക് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷനെ ഗ്രോത്തിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കൺസിഡർ ചെയ്യുക, അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ടാസ്ക്. അപ്പോൾ അതിനെ റിക്രൂട്ട് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, പ്രോപ്പർ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ദെൻ അവരെ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുക അല്ലേ. അതായത് അവരെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനെ എങ്ങനെയാണ് നമ്മളെ ഗ്രോത്തിലേക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് അതിന് വേണ്ട പ്രോപ്പർ ട്രെയിനിങ്, നമുക്ക് എന്താണോ ആവശ്യം ആ രീതിക്കുള്ള പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർക്ക് കൊടുക്കുക. ദെൻ പ്രൊവിഷൻ ഫോർ ഫെയർ ട്രീറ്റ്മെൻറ്റ് അല്ലേ, എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലാതെ നമ്മൾ എന്താ പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്തോ അങ്ങനെ ഓരോ ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ വേർതിരിച്ച് കാണാതെ എല്ലാവരും ഒരേ രീതിക്ക് ട്രീറ്റ് ചെയ്യുക, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം. ദെൻ ഓർഗനൈസേഷൻ ജോബ് ഡിസൈൻ അല്ലേ, എന്തൊക്കെയാണ് അതായത് ഏതൊക്കെ ടാസ്ക് ഏതൊക്കെ എംപ്ലോയി ചെയ്യണം എന്നുള്ളതും എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതും നമ്മളെ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് എന്താണെന്നുള്ളതും ഒക്കെ എന്ത് ചെയ്യുക കറക്റ്റ് ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ എംപ്ലോയീസ് കൗൺസിലിംഗ് അല്ലേ, എംപ്ലോയീസ് കൗൺസിലിംഗ് വെച്ചാൽ അവർക്ക് കറക്റ്റ് എന്ത് ചെയ്യാം ബ്രേക്കും അവരെ റിഫ്രഷ്മെൻറ്റും കൂടി കൺസിഡർ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു എംപ്ലോയിനെ വർക്ക് ചെയ്യിക്കാൻ പാടുണ്ടോ ഇല്ല, അവർക്കുള്ള ഇൻ്റർവെൽ ടൈമും അവർക്കൊരു കൗൺസിലിംഗ് ടൈമും അതായത് അവർക്ക് പരാതി ബോധിപ്പിക്കാനുള്ളൊരു സ്പേസും എല്ലാ കാര്യങ്ങളും അവർക്കും ഫ്രീ ആയിട്ട് അതായത് സ്ട്രെസ്സ് കുറച്ചിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ എൻകറേജിങ് ഇൻവോൾവ്മെൻറ്റ്, അവർ ഇൻവോൾവ്മെൻറ്റിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഫോർമേഷൻ സിസ്റ്റം അതായത് പ്രോപ്പർ ഇൻഫോർമേഷൻസ്, അതായത് നമ്മളെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ആർക്കാണ് ഉണ്ടാവുക, ഓരോ എംപ്ലോയീസിനും അത് ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യണം. ദെൻ റെമ്യൂണറേഷൻ റിവാർഡ് ഓഫ് എംപ്ലോയീസ്, ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അവരെ എന്താ പറയുക അവർക്ക് വേണ്ട റിവാർഡ്സ് ആൻഡ് റെമ്യൂണറേഷൻ എല്ലാ എംപ്ലോയീസും കൊടുക്കുക. അതേപോലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് ഓരോരോ കൺസിഡറേഷൻ കൊടുക്കുക അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അവരത് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ബിസിനസ് എത്തിക്സിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ദെൻ ഒരു യൂണിയൻ ലേബർ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക.
അസസിങ് പെർഫോമൻസ് ഓഫ് എംപ്ലോയി. ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് മന്ത്ലി എന്ത് ചെയ്യുക, അസസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവർക്ക് ഈ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ എൻഷുർ എംപ്ലോയി ഡിസിപ്ലിൻ അല്ലേ, ഒരു എംപ്ലോയീൻ്റെ ഡിസിപ്ലിൻ മേക്ക് ഷുവർ ആയിട്ട് നോക്കണം. പിന്നെ ഡീലിംഗ് വിത്ത് ഗ്രീവൻസ്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ടാവും, സ്റ്റാഫ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സും തർക്കങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അത് പ്രോപ്പർ രീതിയിൽ ഡീൽ ചെയ്യാം. അപ്പോൾ ദെൻ അത്രയും എന്തൊക്കെ ഉണ്ട്, HRM ആക്ട്, ഒരു എച്ച് ആർ എം വർക്ക് സ്റ്റാഫ് ഒരു മാനേജ്മെൻറ്റിന് എത്രയും ആക്ടിവിറ്റീസ് അവർ എന്ത് ചെയ്യണം, പെർഫോം ചെയ്തിരിക്കും. ഇതൊക്കെയാണ് അവരെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് റോൾസ് ഓഫ് HR മാനേജർ ഇൻ റീറ്റെയിൽ അല്ലേ. ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ ഒരു HR മാനേജറുടെ റോൾ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോർമലി HR മാനേജ്മെൻറ്റ് എന്താണ് ആക്ടിവിറ്റി ചെയ്യാൻ നോക്കി. ഇനി റീറ്റെയിലിൽ എങ്ങനെ വരിക, ഫസ്റ്റ് വേണം എന്താണ് ഹ്യൂമാനിറ്റേറിയൻ റോൾ എന്ന് വെച്ചാൽ എന്താണ്, ദ HR managers expect to remind moral and ethical obligation to employees. He or she should see to employees as human being, not as a tool അല്ലേ. അതായത് എന്താണ്, ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ് ആയി കൺസിഡർ ചെയ്യുക. അയാൾ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു മെഷീനോ ഒരു ടൂളോ അല്ല, അതൊരു മനുഷ്യനാണ്. അപ്പം മനുഷ്യൻ്റെ രീതിയിൽ കൺസിഡർ ചെയ്യുക. അയാൾക്ക് അല്ലാതെ അതാണ് നമ്മൾ പറഞ്ഞ അയാൾക്ക് വേണ്ട എല്ലാ ഒരു സറൗണ്ടിങ്സ്, ഒരു സർക്കംസ്റ്റാൻസസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ് എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത്. അതായത് അയാൾക്കൊരു ബ്രേക്ക് ഇല്ലാതെ നമ്മളൊരു ടൂളായിട്ട് അയാളെ യൂസ് ചെയ്യാതിരിക്കുക, അത് ഫസ്റ്റാണ്. ദെൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യണം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, കൗൺസിൽ ദ എംപ്ലോയീസ് അബൌട്ട് ദെയർ ഒരു എംപ്ലോയീൻ്റെ മെൻ്റൽ ഹെൽത്ത്. ഇപ്പം എല്ലാവർക്കും നമ്മൾ കാണല്ലോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട്. കാരണം എന്താ, എല്ലാവരും സ്ട്രെസ്ഫുൾ ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളതായ ഒരു വ്യക്തിപരം എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പ്രോപ്പർ കൗൺസിലിംഗ് ചെയ്യാതെ എന്നാൽ മാത്രമേ ഒരു എംപ്ലോയി ഗുഡായിട്ട് വർക്ക് ചെയ്താൽ മാത്രമല്ല അയാളൊരു എന്താ പറയുക ഹാപ്പി മൈൻഡ് ആണെങ്കിൽ നമ്മളെ ബിസിനസ്സിന് ഒരു ഔട്ട്പുട്ടും നമുക്ക് അതിനനുസരിച്ച് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ പ്രോപ്പർ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക, അതായത് അയാളെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ മീഡിയേറ്റർ ആയിരിക്കുക അല്ലേ. നമ്മൾ മീഡിയേറ്റർ ആകുമെന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയും അതിൻ്റെ ഒരു മാനേജറേയും എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് നടുവിൽ അവരെ രണ്ടാളെയും കൂടി കോർഡിനേറ്റ് ചെയ്യുന്നൊരു മീഡിയേറ്റർ ആയിട്ട് ആര് വർക്ക് ചെയ്യുക, ഒരു HR മാനേജർ വർക്ക് ചെയ്യുക. ദെൻ സ്പോക്സ്മാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബെറ്റർ ഓവറോൾ പിക്ചർ ഓഫ്, അതായത് ഒരു കമ്പനീൻ്റെ ഒരു ഓവറോൾ പിക്ചർ അയാൾക്ക് എന്തുണ്ടായിരിക്കണം, അയാൾ സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്താണെന്ന്, അല്ലെങ്കിൽ എത്ര സ്റ്റാഫ്സ് ഉണ്ട്, സ്റ്റാഫ്സിൻ്റെ ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓവറോൾ പിക്ചർ അയാൾക്ക് ഉണ്ടായിരിക്കണം ഒരു HR മാനേജ്മെൻറ്റിന്. ദെൻ പ്രോബ്ലം സോൾവർ ആയിരിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞ കുറേ എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവർ നമ്മൾ പല ഗ്രീവിയൻസസും ഡിസ്പ്യൂട്ട്സും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം. ഏജൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു മീഡിയേറ്റർ, അതായത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടിട്ട് താഴെ ഉള്ള ആൾ വരെ എല്ലാവരും എന്താണ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഏജൻ്റായിട്ട് ആര് വർക്ക് ചെയ്യുക, HRMൻ്റെ മാനേജർ വർക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ മാനേജ് മാൻ പവർ റിസോഴ്സസ്, അതായത് ഓരോ മാൻ പവേഴ്സിനെ മാനേജ് ചെയ്യുക, അതായത് ഓരോ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ ഒരു HR മാനേജറെ റോള് എന്ന് പറയുന്നത്. ഓക്കെ.